ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പതുക്കെ, എനിക്ക് വേദനിക്കും. യുദ്ധം പ്രഖ്യാപിച്ച ഉടനെ കാലുപിടുത്തമാണല്ലോ മോളെ. അത് സാരമില്ലമ്മേ. അമ്മ ആരോഗ്യത്തോടെ ഇരുന്നാലല്ലേ യുദ്ധം ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പൊ തിരിഞ്ഞോടാൻ തോന്നിയാലും കാലിന് ബലം വേണ്ടേ? മതി കാലുപിടിച്ചത്. എന്റെ കാലിനെ ഒരു കുഴപ്പമില്ല. ഞാൻ വെറുതെ നിന്നെ കൊണ്ട് കാല് പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ, തിരിഞ്ഞോടാനല്ല. നിന്നെ ഓടിക്കാനുള്ള ബലം ഇപ്പോഴും എന്റെ ഈ കാലുകൾക്കുണ്ട്. അതുകൊണ്ട് ഇനി തോൽവി സമ്മതിക്കുമ്പോ നീ എന്റെ കാല് പിടിച്ചാ മതി. ഇവളെന്തിനാ വന്നത്? കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് വന്നതാ. അതിനിവിടെ ക്യാൻറ്റീൻ ഉണ്ടല്ലോ. അതിഷ്ടായില്ലെങ്കിലെന്ന് കരുതി കൊണ്ടുവന്നതാ. അതിന് ഒറ്റയ്ക്ക് വന്നാ പോരായിരുന്നോ? പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങണമായിരുന്നു. ആ അർജുൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കിങ്ങനെ അടിക്കടി വയ്യാതാകുന്നതും കുടുംബത്തിലെ പ്രശ്നങ്ങളും എന്തുകൊണ്ടാണെന്ന് അറിയാൻ ഞാനൊരു ജ്യോത്സ്യരെ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് കുറച്ച് പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യണമെന്നാ. അതിനെന്താ ചെയ്യാമേ? അങ്ങനെ നിസ്സാരമായിട്ട് പറയാൻ വരട്ടെ. മക്കളിൽ ആരെങ്കിലും ഒരാൾ 10 ദിവസത്തെ കഠിന വ്രതമെടുത്തിട്ട് വേണം പൂജ ചെയ്യാൻ. എന്താ, നിന്നെ കൊണ്ട് പറ്റില്ലേ? പറ്റും, ഞാൻ ചെയ്യാമേ. അത് സന്തോഷമുള്ള കാര്യല്ലേ? അല്ല, ഏട്ടന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വ്രതം ഞാൻ എടുത്തോളാം. അത് വേണ്ട. എനിക്ക് നിന്നെ അത്ര വിശ്വാസം പോരാ. നാട് നീളം നടക്കുന്ന നീ എങ്ങനെയാ വ്രതം പിടിക്കുന്നത്? വ്രതം ഞാൻ എടുത്തോളാമേ. അതില് ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട.